ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കും. എന്തോ എവിടെ അഖിലയും വിനോദും? അവര് കഴിച്ചോ? ഇന്ന് ദേവൂട്ടിയുടെ പിറന്നാളായോണ്ട് എല്ലാരും നേരത്തെ കഴിച്ചു. എന്നിട്ട് ദേവൂട്ടിയോ? അമ്പലത്തിൽ പോകുന്ന ദിവസം അത് കഴിയാതെ അവക്ക് ആഹാരം ഇറങ്ങില്ലല്ലോ. അവളിനെ അമ്പലത്തിൽ നിന്ന് കഴിക്കുമായിരിക്കും. അല്ല, മോൾക്ക് നിങ്ങൾ സ്വർണ്ണമോതിരൊക്കെ സമ്മാനം കൊടുത്തു ഞാൻ അറിഞ്ഞു. അത്രക്കൊക്കെ കാശുകാരനായോ നിങ്ങള്? കാശുണ്ടായിട്ടൊന്നല്ല ഇന്ദുമതി. നാളിതുവരെ ഞാൻ അവൾക്കായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നോട് ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്തവണ അവളുടെ ജന്മദിനത്തിന് എന്തെങ്കിലും വിലപിടിപ്പുള്ളത് നൽകണമെന്ന് തോന്നി. അതുകൊണ്ടാ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. അതേതായാലും നന്നായി. എന്നാലും കാശ് ഒരുപാടായി കാണുമല്ലോ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. 1 ഗ്രാമിന്റെ ഒരു മോതിരം, അത്രേ ഉള്ളൂ. ഓ, അത്ര കഷ്ടപ്പെട്ട് നിങ്ങളിപ്പോ അവക്കത് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പണ്ടം അവക്ക് ആ തറവാട്ടമ്മ കൊടുത്തില്ലേ? ഇനി അതിന്റെ ഇടയിലാണോ നിങ്ങളുടെ ഈ 1 ഗ്രാം? അവൾക്കത് കിട്ടിയപ്പോ എന്ത് സന്തോഷായിന്നറിയോ? അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങൾ അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുത്തതിലൊന്നും എനിക്ക് എതിരെ അഭിപ്രായമില്ല. പക്ഷേ ദേ, നമ്മുടെ മോളും കല്യാണ പ്രായം തികഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യം മറക്കണ്ട. ദേവൂട്ടി വിചാരിച്ച അഖിലയുടെ കല്യാണം നമുക്ക് ആർഭാടായിട്ട് നടത്താൻ പറ്റും. അവക്ക് കിട്ടിയ ആഭരണത്തിൽ 4 ഭാഗം കിട്ടിയാ മതി. ഇന്ദുമതി, അവൾക്ക് കിട്ടിയ ആഭരണത്തിന്റെ കണക്കൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. പിന്നെ ദേവൂട്ടി മനസ്സറിഞ്ഞ് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. പക്ഷെ അത് നമ്മളായിട്ട് ഒരിക്കലും അവളെ അത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സ്നേഹം കൊടുത്താല് 1ന് 100 അവൾ തിരിച്ചു തരും. അത് പിന്നെ എനിക്ക് അറിയില്ലേ. അല്ലെങ്കിൽ തന്നെ അവക്ക് നമ്മളെ മറക്കാനോ ഒഴിവാക്കാനോ പറ്റുമോ? ആ, ഇക്കാലത്രയും സ്വന്തം കുഞ്ഞിനെ പോലെയല്ലേ നമ്മൾ അവളെ വളർത്തിയേ. ഞാൻ അവളെ കുറ്റപ്പെടുത്തിയ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷേ അതവളുടെ നല്ലതിന് വേണ്ടിയാന്ന് അവക്കും അറിയാം. എത്രയൊക്കെ ആയാലും കൂടപ്പറപ്പുകളുടെ കാര്യം അവൾ ഓർക്കാതിരിക്കില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ആഹാ, ഈ ഡ്രസ് ദേവൂട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ. മോളിതിങ്ങോട്ടാ? അമ്പലത്തിലേക്കാണോ? അല്ല, നീ ഇതെങ്ങോട്ടാ? ഞാനും ദേവൂട്ടിയുടെ കൂടെ അമ്പലത്തിലോട്ടാ. അത് കഴിഞ്ഞ് നമ്മള് കിഷന്റെ വീട്ടിലോട്ട് പോവും. അതെന്തിനാ നീ അങ്ങോട്ട് പോകുന്ന? അല്ല, ദേവൂട്ടി എന്തായാലും അവിടേക്ക് പോകുന്നുണ്ടല്ലോ. കൂട്ടത്തില് ഞാനും പോകുന്നേ ഉള്ളൂ. പോരാത്തിന് എന്നെയും കിഷൻ ക്ഷണിച്ചതാ. അതെ, ക്ഷണിച്ചതും പോകുന്നതെല്ലാം കൊള്ളാം. പക്ഷെ ആ പയ്യനുമായിട്ട് അധിക ചങ്ങാത്തൊന്നും വേണ്ട. നമുക്ക് പറ്റിയ തരക്കാരല്ല അവര്. നീ കൂടെ ഉള്ളത് കൊണ്ടാ ഞാൻ ഇതിന് സമ്മതിക്കുന്നേ. ദേ, ഒന്ന് പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം കേട്ടോ. അപ്പോഴേ ഞാനിനി നിങ്ങൾ അങ്ങോട്ട് വിടണോ? എന്നാ ഇത് വെച്ചോ, ഓട്ടോ കൂലിക്കിരിക്കട്ടെ. മോളെ, സൂക്ഷിച്ചു പോണേ. പിന്നെ ദേ, കല്യാണം ഉറപ്പിച്ച പെണ്ണ. വഴിയിൽ ആരോടും ആവശ്യമില്ലാതെ സംസാരിക്കൊന്നും പോണ്ട. പ്രത്യേകിച്ചും ആ സന്ദീപിനോട്. ഗഗനതൊന്നും ഇഷ്ടാവൂല.